എല്ലാവർക്കും നമസ്കാരം. ട്രാവലിസ്റ്റയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മള് ഇന്ന് വിഷ്വൽ ട്രീറ്റ് ഒന്നല്ല, തള്ളി മറക്കലാണ്. കപ്പിത്താൻ ഞങ്ങളെ തൊടാൻ കിട്ടില്ല എന്ന് പറഞ്ഞ പോലത്തെ കേസാ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുകയാണെങ്കിൽ ഇന്നത്തെ തള്ളലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നമ്മുടെ റിവീലിംഗ് ദി ഫാക്ട്, നമ്മുടെ ശ്രീനഗർ എപ്പിസോഡിനെ പറ്റി രണ്ട് വാക്ക് നിങ്ങളടുത്ത് പറയാണ്ട്, ഒപ്പം തന്നെ പുതിയ ഞങ്ങൾ പറയണത് നിങ്ങൾക്ക് കുറച്ച് കാര്യം പറയാണ്ട് ഞങ്ങളുടെ വിഷമാട്ടാ പറയണേ. ഒരു കാര്യം, രണ്ടാമത്തെ നമ്മൾ പുതിയ ഗീവ് ഇന്ത്യയിൽ ആരും ചെയ്യാത്ത സ്പെഷ്യൽ ഗീവ് നമ്മൾ ചെയ്യാൻ പോവാ. എന്തൊരു അഭിപ്രായം ബിനോയിലെ? സബ്സ്ക്രൈബേഴ്സ് ഒത്തിരി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടാൽ കിട്ടും. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരിക്കോ, ബെൽബട്ടൺ അമർത്താൻ മറക്കരിക്കോ, എല്ലാ സംഭവങ്ങളും ചെയ്തോളൂ. ട്രാവലിസ്റ്റ അപ്പൊ അങ്ങനെ വിശേഷങ്ങളാ. അപ്പൊ എന്റെയൊക്കെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കില്ല എന്ന് പറഞ്ഞ സാധനം ഇപ്പൊ നമ്മളൊരു 5-6 എപ്പിസോഡാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ചെറുപ്പം മുതലുള്ള വലിയൊരു ആഗ്രഹം, നിങ്ങളുടെ ആഗ്രഹം അല്ലെങ്കിൽ ആസ് ഒരു ഹ്യൂമൻ ബീയിങ്ങിന് ഒരു ആഗ്രഹമാണ് ഞങ്ങൾ ശരിക്കും പോയിട്ട് നിറവേറ്റി നല്ല രീതിയിൽ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റി. അപ്പോൾ എന്താ പറയാ, ഒരുപാട് സന്തോഷം. ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും പ്രത്യേകം നന്ദി പറയണു. ഹേറ്റ് ചെയ്ത എല്ലാവരും പ്രത്യേകം നന്ദി പറയണു. എല്ലാവരും പ്രത്യേകം നന്ദി പറയണു. ഒരുപാട് പേര് പറഞ്ഞു നിങ്ങൾ എന്ത് കാട്ടായ കാണിച്ച് കൂട്ടണം, അവിടെ ആവശ്യത്തിന് കാര്യങ്ങൾ ചെയ്യാൻ സാധനപ്പാന്നൊക്കെ പറയുന്നത്. ഓൾറെഡി കാശ്മീരിന്റെ ഭംഗി കാണിച്ചൂടെ, ഐസ് കാണിച്ചൂടെ, പട്ടാളക്കാരെ പിടിക്കണ എന്തൊക്കെ പോയിച്ചു. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കൊരു മനസ്സിനൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മള് ഈ ട്രിപ്പ് തുടങ്ങുമ്പോൾ മുതലേ പറഞ്ഞിട്ടുണ്ട് പട്ടാളക്കാരെ കൂടെ ഒരു എപ്പിസോഡ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ നമ്മുടെ ആഗ്രഹം. നമുക്ക് ഓരോ യൂട്യൂബേഴ്സിന് ഓരോ ആഗ്രഹങ്ങളല്ലേ, എല്ലാവരും ഒരേപോലെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു യൂട്യൂബർ എന്ന നിലയ്ക്കുള്ള ആഗ്രഹമല്ല, ഇത് എല്ലാ സാധാരണക്കാരനും ഒരു ആഗ്രഹമാണ്, സ്വപ്നമാണ്. എന്താ പട്ടാളക്കാരെ പറ്റി നമ്മൾ കേട്ടിട്ടുള്ളൂ. അപ്പൊ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ അവരുടെ ലൈഫ് സ്റ്റൈൽ എക്സ്പീരിയൻസ് ചെയ്യാൻ അല്ലെ വലിയൊരു കാര്യം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു യാത്രയില്, ഈ ഒരു ശ്രീനഗർ യാത്രയിൽ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. പഠിക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ വീഡിയോയിൽ മുമ്പിൽ വിളിച്ചു പറയാൻ പറ്റാത്ത ഒരുപാട് എക്സ്പീരിയൻസ് അല്ലേ. എന്താ പറയാ, 40 മിനിറ്റ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നമ്മൾ 1 മണിക്കൂർ, എന്താ പറയാ 1 മണിക്കൂർ 30 മിനിറ്റ് ചുരുക്കി നിങ്ങള് വ്യൂ കയറാൻ വേണ്ടിട്ട് 20 മിനിറ്റ് ആക്കി 22. ഞങ്ങൾ ഓരോ എപ്പിസോഡ് 40 മിനിറ്റ് 45 മിനിറ്റ് ഉള്ള വീഡിയോസ് എടുത്തിരിക്കുന്നത്. അതെ, അപ്പൊ നമുക്ക് അവര് അപ്രൂവലിന് കൊടുത്ത് നമ്മൾ എഡിറ്റ് ചെയ്ത് അവർക്ക് കൊടുക്കുമ്പോ അവര് നമുക്ക് പറയും ഇന്ന സാധനം വരാൻ പറ്റില്ല, ഇന്ന സാധനം പറ്റില്ല, ഇന്ന സാധനം പറ്റില്ല. കട്ട് ചെയ്ത് വയ്യാണ്ടായി 4 ദിവസം ഞങ്ങൾ ഇരുന്നിട്ട് എഡിറ്റ് ചെയ്യാൻ തന്നെ ഇരുന്നു. എഡിറ്റ് ചെയ്യാൻ 4 ദിവസം ഇരുന്നു. അതുപോലെ 3 ദിവസം അപ്രൂവലിന് എടുത്തു. ഞങ്ങൾ ഇതിന്റെ ബാക്കിൽ ഒരുപാട് കഷ്ടപ്പെട്ടു. ഞങ്ങൾ കഷ്ടപ്പാട് പറയണതല്ലേടാ. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മാനസികമായിട്ട് ഭയങ്കര സന്തോഷം നൽകി. ഒപ്പം തന്നെ ഒരുപാട് നമ്മൾ വിചാരിക്കാത്ത ആൾക്കാരെ ഒരുപാട് പേര് ഞങ്ങളെ വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്തു. അതൊന്നും നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഈ യൂട്യൂബിന് പുറമെ എനിക്കും അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു വലിയൊരു അംഗീകാരമായിട്ട് ഞങ്ങൾ അതിന് കണക്കൂട്ടിട്ടാം. ഒപ്പം തന്നെ ഞങ്ങളുടെ ഹേറ്റേഴ്സിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഒരുപാട് പേര് ഞങ്ങളെ പേഴ്സണലി വാട്സപ്പിൽ ഇറിറ്റേറ്റ് ചെയ്യുന്ന വിധം ഞങ്ങളോട് സംസാരിച്ചു. എന്താ പറയാ, ഞങ്ങൾക്ക് മാനസികമായിട്ട് അവർ തളർത്താന്ന് വിചാരിച്ചത്. പക്ഷെ സാന്റപ്പനും ടീമിനും തളർത്തണമെങ്കിൽ പണിന്റെ മക്കളെ ചിന്തിക്കേണ്ട ഞങ്ങള് വ്യൂ കിട്ടാനോ അല്ലെങ്കിൽ കുറെ മില്യൺസ് അടിക്കാനോ അല്ലെങ്കിൽ ഒരുപാട് വലിയ സംഭവങ്ങളാക്കാനോ ഈ എപ്പിസോഡ് ചെയ്തല്ല. അത് നിങ്ങള് ഹേറ്റേഴ്സിന് മുഖത്ത് നോക്കി പറഞ്ഞ പോലെ നിങ്ങൾ വിചാരിച്ചാൽ മതിട്ടാ. ഞങ്ങള് ഞങ്ങളുടെ ഇഷ്ടത്തിന് സംഭവം. ഞങ്ങള് ഇതിന് ഇനിയിപ്പോ 2 പേര് കണ്ടാലേ ആ 2 പേര് എനിക്ക് സല്യൂട്ട് ചെയ്താൽ ഞങ്ങൾക്ക് അത് വലിയൊരു സന്തോഷം തന്നെ. നമ്മളല്ല ശരിക്കും നമ്മുടെ രാജ്യത്തിന്റെ കാവൽപടമാർക്ക് വേണ്ടി നമ്മൾ ചെയ്തതാണ്. നമുക്ക് അവർക്ക് വേണ്ടി എത്രയും ചെയ്യണം. നമ്മുടെ കൂടെ നിന്ന റോയേട്ടനായാലും ജോയേട്ടനായാലും ഇവരൊക്കെ ഫാമിലിക്കും ഞങ്ങളോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ സന്തോഷമൊക്കെ ഞങ്ങൾ ഇപ്പൊ വിളിച്ച് സംസാരിക്കുമ്പോൾ എന്താണ് ഇത്രയും നാൾ സർവീസ് ചെയ്തിട്ട് ഒരു അംഗീകാരം കിട്ടും. നാട്ടിലായാലും വീട്ടിലായാലും ഒരു അംഗീകാരം, അവരുടെ ലൈഫ് നമ്മൾ പുറത്തേക്ക് കാണിച്ചു കൊടുത്തപ്പോ അവർക്ക് കിട്ടുന്ന സന്തോഷം ഉണ്ടല്ലോ, അതൊക്കെ ഞങ്ങൾക്ക് കിട്ടുന്ന ഞങ്ങൾക്ക് അനുഗ്രഹമായിട്ട് മാറും. അത് എന്താ എവിടെ നിൽക്കണം എന്നുള്ള കഥ ഇപ്പോഴാണ് നാട്ടുകാരെ. റോയേട്ടൻ എന്ന് പറയുന്നത് വളരെ കുറച്ച് സർവീസിന് ആൾക്ക് ബാക്കിയുള്ളൂ. 35 വർഷം ആൾക്ക് ശരിക്കും പറയാൻ എനിക്ക് തോന്നുന്നു ആൾക്കും ആളുടെ ഫാമിലിക്ക് ഒരു അവാർഡ്, ഒരു പുരസ്കാരമായിട്ട് കണക്കൂട്ടെ. ഞങ്ങളുടെ വീഡിയോ ഒരു പുരസ്കാരം ആയിക്കോട്ടെ. ഇത് ഞങ്ങൾ തള്ളി മറിക്കണമെന്നല്ല. അത് ഞങ്ങളെ ഹേറ്റേഴ്സ്, ഞങ്ങളെ ഒരുപാട് പേര് വാട്സപ്പിൽ ഞങ്ങൾ ഇറിറ്റേറ്റ് ചെയ്തു. അതെനിക്ക് ഒരു ഗ്യാങ് അടിക്കണതാണ്. ഇത് ഞങ്ങളുടെ ഹേറ്റ്, ഞങ്ങൾ ചെയ്യണത് കുശുമ്പായിട്ട് ചെയ്യണത് കാട്ടായെന്ന് തോന്നണം. കൂടുതൽ പ്രചോദനം എനിക്കാണെങ്കിൽ ഈ കേസ് പഞ്ചാണ്, പിന്നെ പഞ്ച പുറത്തേക്ക് കയറല്ലോ. അത് നമ്മുടെ ഇഷ്ടപ്പെട്ട ആൾക്കാർ ഒരുപാട് പേര് ഈ മെസ്സേജിനോടൊപ്പം തന്നെ അപ്പുറത്ത് വേറെ മെസ്സേജ് വരുന്നുണ്ട്. സാന്റപ്പ അല്ലെങ്കിൽ ബിനോയെ അല്ലെങ്കിൽ ലിഷോയെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്തു. ഒരിക്കലും മറക്കില്ല. ആ സപ്പോർട്ടിന് വളരെയധികം നന്ദി. നിങ്ങൾ ഷെയർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, കമന്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങളുടെ മനസ്സിന് ഞങ്ങൾക്ക് ആ എപ്പിസോഡിൽ ഒരു സ്പാർക്കെങ്കിലും കിട്ടിങ്ങ അത് ഞങ്ങൾക്ക് കിട്ടിയ അംഗീകാരമായിട്ട് ഞങ്ങൾ കണക്കൂട്ടെ. പിന്നെ അടുത്ത കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യൂസിനെ പറ്റിയിട്ട് ഞങ്ങളുടെ ചാനലിന് വ്യൂ കുറഞ്ഞു. എന്തൊക്കെ നിങ്ങൾ കാണിക്കും, നിങ്ങളുടെ പ്രസന്റേഷൻ ലെവൽ മാറ്റണം, അല്ലെങ്കിൽ നിങ്ങളുടെ വിഷ്വലിന്റെ സാധനം മാറ്റിയിട്ട് മറ്റവരെ കണ്ടുപിടിക്കും, ഇവരെ കണ്ടുപിടിക്കും എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് കയറി സംസാരിക്കില്ല. ഇതൊക്കെ ഞങ്ങളുടെ ഒരു പാറ്റേൺ ആണ്. ഞങ്ങൾ ആരും ഹേറ്റ് ചെയ്ത് പറഞ്ഞതല്ല, ആരും ഇറിറ്റേറ്റ് ചെയ്ത് പറഞ്ഞതല്ല. ഇത് ഞങ്ങളുടെ ഒരു പാറ്റേൺ ആണ്. ഇത് ഞങ്ങൾക്ക് മാറ്റം വന്നു. ഇപ്പൊ ഞാൻ മാത്രം സംസാരിക്കുന്നു, ഇവര് സംസാരിക്കുന്നില്ല എന്ന് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ആ ഒരു കോമ്പിനേഷൻ
നഷ്ടപ്പെടുന്നു. അത് മാത്രല്ല നിങ്ങള് ഈ സംഭവം ക്യാമറയ്ക്ക് പിന്നിൽ നിന്ന് സംസാരിക്കാൻ ഭയങ്കര എളുപ്പമാണ്. മുന്നിൽ നിങ്ങൾ വന്നിട്ട് ഇത് പറയില്ലേ? അതെ, നമ്മളൊരു സ്ഥലത്തേക്ക് എത്തുമ്പോ ഇതിന്റെ നമ്മൾ ഈ കൂട്ടത്തോട് വർത്താൻ പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു പോരായ്മയാണ്. പക്ഷെ ഞങ്ങൾക്കത് മാറ്റാൻ പറ്റുന്നില്ല. ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചു. ഒപ്പം തന്നെ നമ്മളൊരു സ്പോട്ട് കാണും, നല്ലൊരു ഹെവി ഒരു സ്പോട്ട് കാണുമ്പോൾ നമ്മൾ ഹെവി എക്സൈറ്റഡ് ആണ് ആവാൻ വേണ്ടിയിട്ട്. ആ എക്സൈറ്റഡ് ആവുമ്പോ നിങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളെ ഹേറ്റേഴ്സ്, ഞാൻ നിങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാവരും വിജയിച്ച് പറയണല്ലേടാ, ഞങ്ങളുടെ ഹേറ്റേഴ്സിന്റെ അടുത്ത് തന്നെ ഞങ്ങൾ പറയട്ടെ, ഈ 4 ചുമരിന്റെ ഉള്ളിൽ നിന്നിട്ട് കമന്റ് ചെയ്യാനും 4 ചുമരിന്റെ ഉള്ളിൽ നിന്നിട്ട് അതിരുകൾ കാണലും ഒക്കെ വേറെ റേഞ്ചാണ്. പക്ഷെ അത് അപ്പൊ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങണം. നിങ്ങൾ ഞങ്ങളെ കമന്റ് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളെ ഹേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ യാത്ര ചെയ്തിട്ട് ഒരു എപ്പിസോഡ് എടുത്ത് കാണിക്കണം. എന്താ അത് അവിടെ പോയിട്ട് ചെയ്തു നോക്ക്. അല്ല, ശ്രീനഗർ പോകണം നമ്മൾ പറയില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഊട്ടിക്ക് പോക്കാം, അല്ലെങ്കിൽ നിങ്ങള് മൂന്നാറ് പോയിട്ട് ഒരു എപ്പിസോഡ് എടുത്തിട്ട് ഇന്ന മാതിരിയാണ് ഇതിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുക, ഇങ്ങനെ പ്രസന്റ് ചെയ്ത് ഞങ്ങൾ കാണിച്ചു തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അന്ന് പട്ടാളക്കാരുടെ എപ്പിസോഡ് ചെയ്തോണ്ടിരിക്കുമ്പോൾ ഫിസിക്കലി നമ്മൾ ഓൾറെഡി വീക്കാണ്. പുറമെ നമ്മൾ അത്രയും അവിടെ ഒരു ഐസിൽ നിൽക്കാന്ന് പറഞ്ഞാൽ അവർ ഓൾറെഡി അത്രയും പ്രിപ്പയർഡ് ആയി അത്ര നാളായിട്ട് നിൽക്കുന്നതാണ്. നമ്മൾ ഒരു ദിവസം ഞങ്ങൾ ഒരു ദിവസം കൊണ്ട് വന്ന് പോണതാ. ഞങ്ങൾക്ക് പല കാര്യങ്ങളും ചോദിക്കാൻ പറ്റിയില്ല അവിടെ. ഞങ്ങൾക്ക് ഇപ്പോഴും ഒരു സങ്കടം ഉണ്ട്. പക്ഷെ അടുത്ത് കുറച്ച് നാളെ നമ്മളത് രണ്ടാമത് അടിക്കും. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പോഴും അതിൽ വിഷമമുണ്ട്. ഞങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിൽ കരുതി, അല്ലെങ്കിൽ വാട്സപ്പിൽ ഇട്ടിട്ട് ഞങ്ങൾ പോയതാ. ഞങ്ങള് പറയണ അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ. പക്ഷെ അവിടെ എത്തിയപ്പോ ഞാനടക്കം എല്ലാവരും ഫിസിക്കലി പോയി. മാത്രല്ല അവരെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കില് നമ്മള് അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് അവരുടെ ആറ്റിറ്റ്യൂഡ് ശരിക്കും അത്രയും ഇതാ. അപ്പൊ നമ്മളോട് ചെന്നിട്ട് നമുക്ക് തമാശകളിക്ക് നിൽക്കാൻ പറ്റൂല. അപ്പൊ ഞങ്ങള് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ വീഡിയോ എടുത്തിരിക്കുന്നത്. ആ വീഡിയോ എവർഗ്രീൻ ആണ്. അത് ഓടിച്ചാടി പോയിട്ട് ഒരാൾക്ക് എടുത്ത് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. സംശയം ഉണ്ടെങ്കിൽ മനസ്സിന് വലിയ വിഷമമുള്ള ടൈമിൽ അവിടെ ഒരു ഫോട്ടോ അല്ല, ഞങ്ങള് ഇത് പറയണത് ആരും കളിയാക്കണമെന്നല്ല, ഞങ്ങളെ അഹങ്കാരം കൊണ്ട് പറയണതല്ല, ഇതൊന്നല്ല, ഞങ്ങളെ ഹേറ്റേഴ്സിന്റെ അടുത്ത് പറയണതാണ്. നിങ്ങൾ ഈ കേൾക്കണ ആൾക്കാർ ഞങ്ങൾക്ക് 16 ലൈക്ക് കിട്ടുമ്പോ അതിലുണ്ടാവണ 90-70 ഡിസ്ലൈക്ക് അടിക്കുന്ന ആൾക്കാരുടെ അടുത്താണ് ഞങ്ങൾ ഈ പറയണ. ഒപ്പം തന്നെ വാട്സപ്പിൽ ഞങ്ങൾക്ക് ജാതി മഴ തന്നെയാണ്. പക്ഷെ ഞങ്ങളെ തൊടാനും കിട്ടില്ല. അതാണ് ദിവസം ഈ ഡിസ്ലൈക്ക് അടിക്കുമ്പോൾ നമുക്ക് പ്രചോദനം കൂടെ ലിഷോയ്ക്ക് ഡിസ്ലൈക്ക് അടിക്കുമ്പോ പെട്ടെന്ന് 4ാമത്തെ കിട്ടുന്നത് വെറുതെ പറയണതാ. ഞങ്ങൾക്ക് അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് വിഷമമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇത്രയ്ക്ക് റിസ്ക് എടുത്ത് ചെയ്ത എപ്പിസോഡുകൾ നിങ്ങൾ ഈ 5-6 ദിവസമായിട്ട് എപ്പിസോഡ് കണ്ടത്. നിങ്ങൾക്ക് അതിന്റെ ബാക്കപ്പ് പറയണമെങ്കിൽ ഞങ്ങൾ അതിനെപ്പറ്റി പറയണ്ട. അതിന് വന്നിട്ട് ഞങ്ങളെ ഒരുപാട് പേര് വാട്സപ്പിൽ ഞങ്ങളെ ഒരു എന്താ പറയാ ഒരു 10-100 മെസ്സേജിന് വന്നിട്ടുണ്ടാവും. അത് ഒരാൾ തന്നെ അയക്കണെന്ന് തോന്നുന്നു, ഒരു ഗ്രൂപ്പായിട്ട് അയക്കണ്ടേ. എനിക്ക് എന്താ കാര്യം മനസ്സിലായില്ല. പക്ഷെ അതൊക്കെ മനസ്സിലാക്കിക്കോ, ഞങ്ങളെ തൊടാൻ കിട്ടില്ല. അപ്പോ അത് അയച്ചപ്പോ നമ്മൾ ഒരുപാട് ഇതിന്റെ ബാക്കിൽ വർക്ക് ചെയ്തെടുത്ത വീഡിയോയ്ക്ക് ഇങ്ങനെ ഒരു എന്താ പറയാ നെഗറ്റീവ് കമന്റ്സ് വന്നപ്പോ ഞങ്ങൾക്ക് ആകെ വിഷമായി അല്ലെ. ആ വിഷമം ഞങ്ങള് 3 പേർക്ക് മാത്രം കാണാനല്ല, ബാക്കി എല്ലാവരും ഞങ്ങള് അത് 1 ലക്ഷം ആൾക്കാരുണ്ടെങ്കിൽ 1 ലക്ഷം ആൾക്കാരിലേക്ക് എത്തിയാൽ ഞങ്ങൾക്ക് പറ്റുന്ന ഞങ്ങൾ പറയും അല്ലെ. നിങ്ങൾ ഈ ശ്രീനഗറിൽ നിന്ന് തിരിച്ചു വരുമ്പോ എന്ന് പറയുന്നത് നമുക്ക് മലയാളികൾക്ക് വരെ അഭിമാനിക്കാവുന്ന ഒരു നിമിഷം കപ്പിത്താനിൽ നമുക്ക് ഉണ്ടായി. ഞങ്ങള് കപ്പിത്താനില് കണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കപ്പിത്താൻ ചെയ്ത് കൂട്ടിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയാം. ഞങ്ങൾക്ക് എല്ലാതും ഇങ്ങോട്ട് മുമ്പിൽ വിളിച്ചു വരാൻ പറ്റില്ല. ഞങ്ങൾ തന്നെ പുകഴ്ത്തണ പോലെ ഒരു ഫീലിംഗ് വരും. പക്ഷെ ഞങ്ങൾ നാളെ ഒരു ദിവസം എപ്പോഴെങ്കിലും അത് പറഞ്ഞ ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഞങ്ങൾ ഷെയർ ചെയ്യുന്ന എപ്പിസോഡ് നമുക്ക് അപ്പൊ ഞങ്ങൾ കുറ്റം പറഞ്ഞ ആൾക്ക് തിരിച്ചു പറയും. ഞങ്ങൾക്ക് കോപ്പി അടിച്ചിട്ടുള്ള മാർക്ക് വേണ്ട, പരീക്ഷ എഴുതിയിട്ടുള്ള മാർക്ക് വരും. അപ്പൊ അങ്ങനെ വിശേഷം കേട്ടോ. അപ്പൊ എന്തായാലും എല്ലാവരോടും പ്രത്യേകം നന്ദി പറയണു. ഈ എപ്പിസോഡുകളിൽ ഞങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. പിന്നെ നിങ്ങൾ ഒരുപാട് പേര് ഷെയർ ചെയ്ത് കൊടുത്തു. അപ്പോഴാണ് ഞങ്ങൾക്ക് തോന്നിയ ഒരു സംഭവമാണ് ഞങ്ങൾ ഗീവ് അവേ ചെയ്താലോ. ഇനി ഞങ്ങൾ പറയാൻ പോണത് ഞങ്ങൾ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ഇനി കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി ഞങ്ങൾ പറയാൻ പോണത് ഞങ്ങൾ ഇഷ്ടപ്പെട്ട ആൾക്കാർ എടുത്താൽ ഞങ്ങളൊരു ഗീവ് അവേ അനൗൺസ് ചെയ്യാൻ പോണം. ഗീവ് അവേ എന്ന് പറഞ്ഞാൽ കുറെ ഗിഫ്റ്റ് തരുന്നല്ല, ഞങ്ങൾ ഇതുവരെ സാന്റപ്പം ചെയ്യാത്ത കാര്യമാണ്. ഇതൊക്കെ പറഞ്ഞപ്പോഴാണ് നമുക്കൊരു ഗിഫ്റ്റ്, അത് ദുബായിന്ന് അങ്ങ് ദുബായിൽ ഞങ്ങൾക്കൊരു ഗിഫ്റ്റ് കിട്ടി. എന്താ പറയാ, ഒരുപാട് ആളെങ്കിൽ മേടിക്കണം ആഗ്രഹമാണ്. പക്ഷെ ഇപ്പത്തെ സാഹചര്യം പറ്റില്ല. പക്ഷെ എന്നാലും GoPro 9 നമ്മുടെ ദുബായിലുള്ള ജോബി ചേട്ടൻ ഞങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നിട്ടോ. നിങ്ങളുടെ എല്ലാവരും പേരിലും ഞങ്ങളുടെ പേരിലും പ്രത്യേകം നന്ദി. പിന്നെ ഒരുപാട് പേര് മെസ്സേജ് ഉണ്ടായിരുന്നു, സാറിപ്പ ഗിഫ്റ്റ് തരണം, ഞങ്ങൾ അങ്ങനെ തരണേ, അങ്ങനെ ഒരു സന്തോഷമുണ്ട് ഞങ്ങൾ ഇപ്പൊ ചെയ്ത് കൂട്ടുന്നതല്ല, ഞങ്ങൾ മുമ്പ് ചെയ്തതിന്റെ പ്രതിഫലം ഇപ്പോഴാണ് ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾ 1-2 ദിവസമായിട്ട് ഒരുപാട് പേര് പറഞ്ഞു ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഓഫർ ചെയ്തിട്ടുണ്ട്. ഭയങ്കര സന്തോഷം. അത് ആ ഓഫറിംഗ് ഒക്കെ നമ്മൾ പതുക്കെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാം. അങ്ങനെ നമ്മുടെ ഇതൊക്കെ പറഞ്ഞ് നിങ്ങൾ കാത്തിരിക്കുന്ന ഗീവ് അവേ ഞാൻ നിങ്ങളിത് അനൗൺസ് ചെയ്യാൻ പോണ്. വേറെ ഒന്നല്ല, ഒരുപാട് പേർക്ക് ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് ഉപകാരപ്പെടുള്ളൂ അല്ലെ. ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മാത്രം ഈ സംഭവം ചെയ്താൽ മതി. ഹേറ്റേഴ്സ് ഒന്നും ഇതിന്റെ ഇടയ്ക്ക് കയറുന്ന വർത്താനം പറയാം. അപ്പൊ നമ്മള് അനൗൺസ് ചെയ്യട്ടെ, നമ്മുടെ കപ്പിത്താനിൽ ഒരു ദിവസം നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്ക് ഞങ്ങള് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങള് നിങ്ങളെ ഒരു ദിവസം ട്രീറ്റ് ചെയ്യും അല്ലെ.
നമ്മുടെ സാൻഡപ്പന്റെ ഫുഡോട് കൂടി ഞങ്ങളുടെ ഫുഡ് ഞങ്ങൾ എല്ലാവരും കൂടി ട്രീറ്റ് ചെയ്യണം. നമുക്ക് ചെറിയ യാത്ര വേണമെങ്കിൽ നടത്താം, ഫുഡ് വെക്കാം. അത് കപ്പിത്താന്റെ കൂടെ അല്ലെങ്കിൽ ട്രാവലിസ്റ്റർ കൂടെ ഒരു ദിവസം എന്ന് പറയാൻ വേണമെങ്കിൽ അതാണ് ഞങ്ങളുടെ ഗീവ് അവേ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും പങ്കെടുക്കാം, നിങ്ങൾക്ക് ഫാമിലിക്ക് പങ്കെടുക്കാം, നിങ്ങളുടെ കൂട്ടുകാർക്ക് പങ്കെടുക്കാം, ആർക്കും വേണമെങ്കിൽ പങ്കെടുക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം അല്ലെ. ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, ഇൻസ്റ്റ ഫോളോ ചെയ്യുക, ചാനൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഒപ്പം തന്നെ 46ാമത്തെ വീഡിയോ നമ്മുടെ 46ാമത്തെ വീഡിയോ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ചെയ്തതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞങ്ങളുടെ താഴെ കാണുന്ന ഒരു നമ്പർ, ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റത്തെ കമന്റ് ആയിട്ട് ഒരു നമ്പർ ഇടാം. ഒരു വാട്സ്ആപ്പ് നമ്പറാണ്. നമുക്ക് പെട്ടെന്ന് അത് എടുക്കാനായിട്ടുണ്ട്. നമ്മള് അല്ലെങ്കിൽ ഒരുപാട് പണിയുണ്ട്, നമുക്ക് ആൾക്കാരെ സെലക്ട് ചെയ്ത് മെഡിക്കലേക്കായിട്ട് ഒരുപാട് പണി. നമുക്ക് ഇതിനും ഞങ്ങൾക്ക് പണി കൂടിയാലും നിങ്ങൾക്ക് പെട്ടെന്ന് റീച്ച് ആവട്ടെ എന്ന് വിചാരിക്കട്ടെ. ഏത് പണി കുറഞ്ഞാലും പവർ പറ്റേ. അപ്പൊ എന്തായാലും നിങ്ങൾ അതൊരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞങ്ങളുടെ വാട്സപ്പിൽ ഞങ്ങൾക്ക് 3 സ്ക്രീൻഷോട്ട്. ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട്, നിങ്ങൾ അത് കഴിഞ്ഞിട്ട് അൺസബ്സ്ക്രൈബ് ചെയ്തിരിക്കട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒരു 46, 47, 48, 49, 50 ആ 5 വീഡിയോസ് നിങ്ങൾ ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ പേജ് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റ ഫോളോ ചെയ്യുക. ഇത്ര മാത്രം. ഇതില് സെലക്ട് ചെയ്യണ 5 കുടുംബങ്ങൾക്ക് അല്ലെങ്കിൽ 5 പേർക്ക്, അത് ഇനിയിപ്പോ സെലക്ട് ചെയ്യുന്ന ആൾക്കാര് ബാച്ചിലേഴ്സ് ആണെങ്കിൽ അവരുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് നമുക്ക് ടീമായിട്ട് കൂടാന്ന്. അപ്പൊ എന്തായാലും അതിൽ നിന്ന് തെരഞ്ഞെടുക്കണ 5 പേരെ നമ്മള് ഫുൾ ട്രീറ്റ് ചെയ്യണതായിരിക്കും. ട്രീറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ലെവൽ പ്രതീക്ഷിച്ചോളാം. ഞങ്ങള് പ്രൊമോട്ട് ചെയ്തോണ്ടിരിക്കട്ടാ. അപ്പൊ ഒന്നുമല്ല, നമ്മൾ ഈ മിലിറ്ററിക്കാർ എപ്പിസോഡ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇത് കണ്ടിട്ടില്ല. ഒരുപാട് പേര് ഇത് നമ്മള് വിചാരിക്കണ അവർക്ക് കാശുണ്ടാക്കണ കേസാട്ടാന്നായിരിക്കും. പക്ഷെ അതല്ല, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇങ്ങനത്തെ എപ്പിസോഡ് ഇന്ത്യയിൽ ആർക്കും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരുപാട് പേര് ഞങ്ങളെ കാണണമെന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷം, ഞങ്ങൾ ആൾക്കാർ കണ്ടാണെങ്കിൽ. അപ്പൊ അവർക്ക് കൂടി ആവട്ടെ ഈ ഒരു ഗീവ് അവേ സിസ്റ്റം. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുക, ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ചെയ്യാം. ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറയാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹേറ്റേഴ്സിനെ പറ്റി പറയാനായിട്ടുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് വിഷമമായതാണ് നമ്മൾ ഇത്രയ്ക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടിയിട്ട്. ഒരുപാട് പേര് അതെ, നമുക്ക് പിന്നെ അടുത്ത ദിവസം പറയാൻ പറഞ്ഞു. പിന്നെ എന്താ വെച്ചാൽ കുറെ പേര് പറഞ്ഞു നിങ്ങൾ നെഗറ്റീവ് കമന്റ് ഇട്ടിട്ട് നിങ്ങൾ വ്യൂസിന് കൂട്ടാൻ പറഞ്ഞു. കുറെ പേര് എന്ന് പറഞ്ഞാലേ ഒരുപാട് എന്തിനു പറഞ്ഞ പെണ്ണ് വരെ പറഞ്ഞു ചേട്ടാ ഒരു നെഗറ്റീവ്, എല്ലാവരും നെഗറ്റീവ് കണ്ടിട്ട് വ്യൂസ് കൂട്ടണം. ഞങ്ങൾക്ക് അങ്ങനെ നെഗറ്റീവ് കയറ്റി വ്യൂസ് കൂട്ടണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോപ്പി അടിച്ച് മാർക്ക് മേടിക്കുന്നതും പരീക്ഷ എഴുതി മാർക്ക് മേടിക്കുന്ന വ്യത്യാസമുണ്ട്. ഇരുന്നിട്ട് കാലം നീട്ടിയാൽ മതി അല്ലേ. നമുക്കിപ്പോ നമുക്കൊരു അടുത്തരണ്ടായിട്ട് കയറിയാൽ മതി. നമ്മൾ എടുത്ത പഠിച്ചാൽ 1 മില്യൺ, എടുത്ത പഠിച്ചാൽ 2 മില്യൺ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട. നമ്മളൊക്കെ ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂന്ന്, കളി വരണല്ലോ. അപ്പൊ പതുക്കെ കയറിയാൽ മതി. അപ്പൊ ഞങ്ങൾ ഇഷ്ടപ്പെടാത്ത ആൾക്കാരൊക്കെ പറഞ്ഞേട്ടാ, ഞങ്ങൾക്ക് പതുക്കെ കയറിയാൽ മതി മക്കളെ. അപ്പൊ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ചേറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി കാശ്മീർ എപ്പിസോഡ് ഞങ്ങൾക്ക് ഇനി ഡോക്യുമെന്ററി മാത്രമേ ബാക്കിയുള്ളൂ. ഞങ്ങള് പെഹൽഗാമും ഗുൽമർഗും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. വേറെ ഒന്നല്ല, അതിന് കുറെ റീസൺസ് ഉണ്ട്. അത് വേറൊരു സാഹചര്യത്തിൽ ഇപ്പൊ നമുക്ക് വിളിച്ച് പറയാൻ പറ്റാത്ത റീസണാണ്. പക്ഷെ അത് നല്ലതിനാവട്ടെ, അതെന്തായാലും നല്ലത്. നമുക്ക് നല്ല ലഡാക്ക് അടിക്കണം. അപ്പൊ അത് അടുത്ത പ്രാവശ്യം വരുമ്പോ അതിന്റെ പഞ്ചോട് കൂടി തന്നെ ചെയ്യാം. ഇപ്പൊ പിന്നെ പ്രത്യേകിച്ച് ഐസും ഞങ്ങളൊക്കെ വീണെടുക്കണതിന് അത് മാത്രമല്ല കുറെ കാര്യങ്ങളുണ്ട്. അത് പോട്ടെ. അപ്പൊ എന്തേലും ബാക്കി വെക്കാണ്ട് ശ്രീനഗറിന് വരാൻ പാടില്ലേ. ഡോക്യുമെന്ററി എന്ന് പറഞ്ഞെങ്കിൽ നമ്മള് എന്താ പറയാ, എല്ലാവർക്കും അങ്ങനെ എത്തിപ്പെടാൻ പറ്റാത്ത ഒരാളെ ഞങ്ങൾ നേരിട്ട് കണ്ടു. കുറച്ച് സമയം ആളുടെ വിലപ്പെട്ട 2-3 മണിക്കൂർ ഞങ്ങൾക്ക് മാറ്റി വെച്ചു. അത് നിങ്ങൾ കാണുമ്പോ നമ്മുടെ പാറ്റേൺ ആണ്. ഡോക്യുമെന്ററി ഞങ്ങളുടെ പാറ്റേൺ അല്ല. പക്ഷെ നമ്മള് BSF അല്ലെങ്കിൽ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന് വേണ്ടിയിട്ട് അവര് പറഞ്ഞ കാര്യങ്ങള് ഞങ്ങളൊരു ഡോക്യുമെന്ററി എല്ലാവർക്കും അത് എന്റർടൈൻമെന്റ് ആണെന്ന് നമ്മൾ പറയില്ല. അതിൽ കളി തമാശകളില്ല, ഒന്നുമില്ല, ഓൺലി സീരിയസ്. അപ്പൊ ആ ഡോക്യുമെന്ററി പതുക്കെ ഞങ്ങളുടെ അടുത്തേക്ക് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വിശേഷങ്ങൾ. അപ്പൊ ഞങ്ങൾ നേരെ പഞ്ചാബ് റൂട്ടിലാണ്, പഞ്ചാബിലേക്ക് പോണ വഴിയിലാണ് അല്ലെ. പഞ്ചാബ് ലൈനിൽ നമ്മൾ കളിക്കാൻ പോവാ, ഗെയിം കളിക്കാൻ പോവാ. എന്താ പറയാ, നമുക്ക് പരമാവധി എടുത്തിട്ട് പോവാം നമ്മുടെ അവിടെ. അപ്പൊ നമുക്ക് വേഗം അടിയിലേക്ക് എത്തണം. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത നോർത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ ലഡാക്ക് ട്രിപ്പിലേക്ക് കിടക്കാം അല്ലെ. വീണ്ടും കപ്പിത്താന്റെയും പിള്ളേരും കളികൾ കാണാൻ പോകണോ, വെറുതെ അടിക്കട്ടാ. അപ്പൊ അങ്ങനെ വിശേഷങ്ങൾ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒരു ചെറിയ എപ്പിസോഡ്, നിങ്ങൾക്കൊരു ഇൻഫോർമേഷനും ഞങ്ങളുടെ വിഷമങ്ങളും ഷെയർ ചെയ്തിട്ടൊരു എപ്പിസോഡാണ്. എല്ലാവരും സഹകരിക്കുക, എല്ലാവരും നമ്മുടെ ഗീവ് അവേയിൽ പങ്കെടുക്കാൻ നോക്കാം അല്ലെ. എല്ലാവരും ഗീവ് അവേ പങ്കെടുത്തിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു അടിച്ചു വിളിക്കും. ഞങ്ങളും വെയിറ്റിംഗ് ആണ്, ഞങ്ങളെ കാണാൻ നിങ്ങളും വെയിറ്റിംഗ് ആണ്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരിക്കോ, ബെൽ ബട്ടൺ അമർത്താൻ മറക്കരിക്കോ. എല്ലാ സംഭവങ്ങളും ചെയ്തോട്ടാ. ട്രാവലിസ്റ്റ